തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ കണ്ണൂരിൽ പരക്കെ അക്രമം. പയ്യന്നൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥി PK സുരേഷിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ അക്രമികൾ രാമന്തളിൽ ഗാന്ധി പ്രതിമ അടിച്ചു തകർത്തു. ഇന്നലെ പാനൂർ പാറാട് ടൗണിൽ വിജയാഹ്ലാദങ്ങൾക്കിടെ മുസ്ലിം ലീഗ് CPM പ്രവർത്തകർ തമ്മിൽ കല്ലെറിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവന്നു. UDFന്റെ വിജയാഹ്ലാദത്തിനിടെയുണ്ടായ കശപിശയെ തുടർന്നാണ് ശരത് പാറാടിന്റെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ വടിവാളേന്തി നഗരത്തിൽ അതിക്രമം നടത്തിയത്. ലീഗ് CPM പ്രവർത്തകർ തമ്മിൽ കല്ലും സ്ഫോടക വസ്തുക്കളും എറിയുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന് തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായി നേരിടേണ്ടി വന്ന തിരിച്ചടിയാണ് അക്രമത്തിന് കാരണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ആരോപിച്ചു. ഈ വലിയ വിജയത്തിൽ CPMന്റെ പ്രവർത്തകരും നേതാക്കളും ആകെ വലിയ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ദിവസവും അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം ജില്ലയിൽ വ്യാപകമായിട്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ. അക്രമത്തിന്റെ പേരിൽ 4 കേസുകൾ കൊളവല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പയ്യന്നൂർ നഗരസഭാ പരിധിയിലും വ്യാപകമായ അക്രമം അരങ്ങേറി. 44-ാം വാർഡ് സ്ഥാനാർത്ഥി P ലതികയുടെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തതിനൊപ്പം കാനായി വാർഡിലെ UDF സ്ഥാനാർത്ഥി PK സുരേഷിന്റെ വീടിന് നേരെയും അക്രമം നടന്നു. രാമന്തളിയിലെ മഹാത്മാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഗാന്ധി പ്രതിമയും അടിച്ചു തകർത്തു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPM നേതൃത്വം അക്രമം അഴിച്ചുവിടുകയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. CPMന്റെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പരാജയത്തോടു കൂടി അവർ കൂടുതൽ പരിഭ്രാന്തതയോടെ അവർ ഈ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. വയനാട് തിരുനെല്ലിയിൽ വിജയാഹ്ലാദത്തിനിടെ CPM പ്രവർത്തകർ വർഗീയ പരാമർശം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല്ലം ഇട്ടിവയിൽ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ കയ്യാങ്കളി നടന്നു. നെടുപുറം വാർഡിൽ ജയിച്ച അഖിൽ ശശിയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു കയ്യാങ്കളി. എറണാകുളം മൂവാറ്റുപുഴ നഗരസഭയിലെ UDF ബൂത്ത് ഏജന്റിന്റെ വീടിന് നേരെയും ആക്രമണം നടന്നു. മീഡിയ 1 കണ്ണൂർ.